നോമ്പ് രണ്ടാം തിങ്കൾ. മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. ലോകത്തിലായിരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ മുഴുകുമ്പോൾ പോലും ലൗകിക രീതിയിലാണ് നമ്മുടെ വ്യാപാരങ്ങൾ. നമ്മുടെ വീടുകളിൽ ഒരു ആത്മീയ ആഘോഷം നടക്കും. ഉദാഹരണം, ആദ്യ കുർബാന സ്വീകരണം, വസ്ത്രം ഒരുക്കൽ, അതിഥി സ്വീകരണം, സദ്യ ഒരുക്കൽ തുടങ്ങിയ എല്ലാം ഒരുക്കി കഴിയുമ്പോൾ മാതാപിതാക്കൾ ആത്മീയ ഒരുക്കം നടത്താൻ മറന്നു പോകുന്നു. ബാഹ്യ ഒരുക്കങ്ങളല്ല, ആന്തരിക ഒരുക്കമാണ് ദൈവം നോക്കുന്നത്. മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ നാം ചെലവഴിക്കുന്ന പ്രയത്നത്തിന്റെ ഒരു അംശമെങ്കിലും ദൈവിക കാര്യങ്ങൾക്കായി നാം ചെയ്യാറുണ്ടോ? ദൈവത്തെ കാണാൻ ദേവാലയത്തിൽ പോകുമ്പോൾ പോലും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിലാണ് നമ്മുടെ വേഷസംവിധാനങ്ങളും അണിഞ്ഞൊരുക്കങ്ങളും. ഒരാളുടെ ജീവിതത്തിലെ അശുദ്ധിയും തിന്മയും ശുദ്ധിയും നന്മയും പുറപ്പെടുന്ന മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. അതിനാൽ ആത്മീയ കാര്യങ്ങളിൽ വിവേചനാശക്തി വളർത്തിയെടുക്കാൻ യേശു ആവശ്യപ്പെടുന്നു.